വാണിമേൽ വയൽപീടിക അങ്ങാടിയിലാണ് ഇങ്ങനെ ഈ ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ കനത്ത കാറ്റിലാണ് ഇത് വീണത് എന്ന് ആളുകൾ പറയുന്നു. ഈ കടയുടെ ഇതിന് തൊട്ടുതായുള്ള ഈ കടയുടെ ഈ ഷീറ്റിന് മുകളിലേക്കാണ് വീണത്. പുലർച്ചെ ആയതിനാൽ ഈ അങ്ങാടിയിൽ കാര്യമായ ആരും ഇല്ലാത്തതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. കാരണം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുപാട് കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. പകലായിരുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ളൊരു സമയത്തായിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു അല്ലേ? പുലർച്ചെയായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അതിന്റെ മുകളിൽ മാത്രമല്ല, നിലവിൽ ഈ മരം വളരെ അപകടാവസ്ഥയിലാണുള്ളത്. ബാക്കി ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇനിയുള്ള ഒരു സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. കാരണം മരത്തിന്റെ ബാലൻസ് അവിടെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ബാക്കി ഭാഗം ആ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയെതിരെ 3 മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് നടപടി എടുത്തായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ 2 മരങ്ങൾ മുറിച്ചു മാറ്റിയല്ലാതെ ബാക്കി 2 മരം മുറിച്ചു മാറ്റാതെ ഇപ്പം കിടക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് മുറിച്ചു മാറ്റണം. ഇവിടെ ഒരുപാട് 3 മദ്രസ, 1 കോളേജ്, 1 സ്കൂള്, UP സ്കൂൾ, എല്ലാം കുട്ടികൾ പോകുന്ന വഴിയാണിത്. അപ്പോൾ വലിയൊരു അപകടം ഇവിടെ പതിയിരിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല. ഇതിന്റെ ബാക്കിയും കൂടി ഭീഷണി. എന്റെ കടയാണ്. രാത്രി 2:45 അങ്ങനെ പൊട്ടി വീണത്. രാവിലെ തന്നെ എന്നാളെ ആൾക്കാർ വിളിച്ച് അറിയിച്ചതാ. ഞാൻ വന്ന് നോക്കുമ്പോ ഇങ്ങനെ ഉള്ള സ്ഥിതി. അടുത്ത 10-15 രൂപ പണിയുണ്ടല്ലേ ഉണ്ടാവും. മൊത്തം ഷീറ്റ് പോയി, മേലൊക്കെ പോയിട്ടുണ്ട്. കാണുന്നവർക്ക് അറിയാലോ. മുറിക്കൂലി തന്നെ ഏതാണ്ട് അത്ര ഉണ്ടാവും. ഒരുപാട് അത് നിങ്ങൾ കൊടുക്കണോ? അത് പഞ്ചായത്തല്ല. ഇപ്പം ഇതിന്റെ ഓണർ തൽക്കാലം കൊടുത്തിട്ട് പിന്നെ വില്ലേജ് ഓഫീസിൽ അറിയിച്ചിട്ട് ഫണ്ട് കൊടുക്കാന്നാ പറഞ്ഞത്. പാസ്സായി വരണം. അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അധികാരികൾ എന്നാണ് ഇവിടെ വന്ന് ഈ സാധനങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. നിഖിൽ ജോസഫിനൊപ്പം വാണിമേൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.